MLA സ്ഥാനത്ത് ഇവരെ മാറ്റുക എന്ന് വെച്ചാൽ വേറൊരു കളിയാണ്. കാരണം MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അവിടെ ഇല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പൊന്നും പ്രഖ്യാപിക്കില്ല എന്ന് BJP-ക്കാർ പറയും. ഞങ്ങൾ എന്താ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സമയമില്ല എന്നൊക്കെ പറയും. പക്ഷേ ചാടി വീണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്കും നിയമസഭാ ഇലക്ഷനിലേക്കും പോകുന്ന കാലത്ത് BJP-ക്ക് ഒരു സീറ്റ് കിട്ടുക എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കില്ല എന്ന കോൺഗ്രസിൻ്റെ നിലപാട് ശരിയാണ് ആ അർത്ഥത്തിൽ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇത് പരത്തി ചെറുതായി കളയാം എന്ന് വിചാരിക്കരുത്. അതിപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ കൊള്ളാവുന്ന യുവാവായിട്ടുള്ള ഒരു നേതാവാണെങ്കിൽ പോലും അങ്ങനെ വിചാരിക്കരുത്, നടക്കില്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു ധാർമ്മികമായ നിലപാടെടുത്തു എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആണ് തീർച്ചയായും ഒരു സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് കോൺഗ്രസ് പോയത്. പക്ഷേ ധാർമ്മികമായ ഒരു നിലപാട് എന്നതിനപ്പുറം രാഷ്ട്രീയമായ ബുദ്ധി തന്നെയാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ വിമർശനങ്ങളുടെ തുടർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം വ്യക്തതയില്ലാത്ത ധാരാളം മേഖലകളുണ്ട്. എത്ര കാലത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ആർക്കെങ്കിലും വല്ല ധാരണയുണ്ടോ? സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സസ്പെൻഡ് ചെയ്തു എന്നത് രേഖാമൂലം എവിടെയെങ്കിലും ഒന്നുകിൽ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്പീക്കർ AN ഷംസീർ പറയുന്നത് കേട്ടു, ഇപ്പോൾ സഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്, പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള കത്തൊന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മാധ്യമങ്ങൾ ചോദിക്കുന്നു. അത് കിട്ടിയിട്ടില്ല എന്നാണ് സ്പീക്കർ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ എവിടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്? കോൺഗ്രസ് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ആ വിഷയം അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് അത് മാറ്റിനടിയിൽ എങ്ങനെയെങ്കിലും തള്ളിയിട്ട് കാടടച്ച് വെടിവെക്കുക. വേറെ പല പരിപാടികൾ അതിലാണെങ്കിൽ DYFIക്കാർ പോയി വീണ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ തടഞ്ഞ് അവിടെ ഒരു സീനുണ്ടാക്കുകയും മുഴുവൻ ആമട്ടിൽ പിന്നീട് ചർച്ചകൾ കേന്ദ്രീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം പകരമാര് എന്ന ചർച്ച സജീവമായി കോൺഗ്രസിൽ ഉണ്ടായിട്ട് പോലുമില്ല. അതിലേക്ക് എത്താൻ പോലും അവർ ഭയന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതാണ് കോൺഗ്രസ് ആലോചിക്കേണ്ടതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുന്നത്?